ഐസക്കിൻ്റെ മറ്റൊരു പ്രത്യേകത ധാരാളമായിട്ട് വായിക്കുകയും നന്നായി എഴുതുകയും ചെയ്യുന്ന ഒരാളാണ്. കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രാധാന്യം ഉണ്ടാവണം ലോക്സഭ പോലുള്ള സ്ഥലങ്ങളിൽ. കേവലം പ്രായോഗിക രാഷ്ട്രീയം മാത്രം പോരാ, പുതിയ കാര്യങ്ങൾ ആലോചിക്കുന്ന പുതിയ വികസന രീതികളെക്കുറിച്ച്, ഇപ്പോൾ നമ്മുടെ നോളജ് ഇക്കോണമിയെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായി ആലോചിക്കാൻ നമ്മുടെ അവസാനത്തെ ബജറ്റിലൊക്കെ അദ്ദേഹം അവതരിപ്പിക്കണ്ടായി. ഇനിയുള്ള മാർഗം അതാണ്. പുതിയ വഴികൾ അന്വേഷിക്കാതെ ഇനി മുന്നോട്ട് നീങ്ങാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് പുതുമയുടെ പുതിയ സമീപനങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് ചിന്തിക്കാൻ കഴിവുള്ള, അത് ജനപക്ഷത്ത് നിന്നുകൊണ്ട്. ഐസക്കിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ള, അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ കൂട്ടായ്മയുടെ ആളാണ്. ആളുകൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന ആ രീതി അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അത്തരത്തിലുള്ള ആളുകൾ പൊതുപ്രവർത്തന രംഗത്ത് വന്നേ മതിയാവൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും തോമസ് ഐസക്കിന് ഒരു അവസരം നൽകേണ്ടതാണെന്ന് ഞാൻ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്